ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC 17 മെയ് 2025 നടത്തിയ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാമിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്നു വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആര്? രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി, നെപ്പോളിയൻ. നെപ്പോളിയനാണ് ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് അറിയപ്പെടുന്നത്. ചോദ്യം നമ്പർ 3, ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1927 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ചു എന്നുള്ളതും 1932 ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതും തെറ്റായ ഉത്തരമാണ്. നാലാമത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരുടെയും അവരുടെ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ബഹദൂർ ഷാ രണ്ടാമൻ, ഡൽഹി. ഷാമൽ ബാരട്ട് 2 ഡി. മൗലവി അഹമ്മദുള്ള 3 എ. ഫൈസാബാദ് 4 ബീഗം ഹസ്രത്ത് മഹൽ, ലക്നൗ. അഞ്ചാമത്തെ ചോദ്യം, തിരുവിതാംകൂർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിപ്പിച്ച വർഷമേത്? അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി, 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിപ്പിച്ചത്. ആറാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, സജി ചെറിയാനാണ് ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. ഏഴാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. എ. ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. ബി. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതൽ ആയിരിക്കും. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആയി വരുന്നത് ഓപ്ഷൻ എ ആണ്. എയും ബിയും ശരിയായ പ്രസ്താവനകളാണ്. ബി എന്നത് എയുടെ ശരിയായ വിശദീകരണവുമാണ്. എട്ടാമത്തെ ചോദ്യം, ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, ഇരുമ്പും നിക്കലുമാണ് അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ. ഒമ്പതാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തവ പ്രസ്താവനകൾ ഏതാണ്? ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, 2ഉം 3ഉം തെറ്റാണ്. പത്താമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. 11ാമത്തെ ചോദ്യം, ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം കോഡുകളിൽ നിന്ന് കണ്ടെത്തുക. 11ാമത്തെ ചോദ്യം ക്യാൻസലായി പോയൊരു ചോദ്യമാണ്. 12ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്നത്? 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, ലിഗ്നൈറ്റ് ആണ് ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത്. 13ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ RBIയുമായി ബന്ധമില്ലാത്തത് ഏത്? 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, പാവപ്പെട്ടവൻ്റെ ബാങ്ക് എന്ന് RBI അറിയപ്പെടുന്നില്ല, അതുകൊണ്ട് അത് തെറ്റായ ഉത്തരമാണ്. 14ാമത്തെ ചോദ്യം, കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം. 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, നബാർഡ് ആണ്. 15ാമത്തെ ചോദ്യം, സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ. 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ദാദാഭായ് നവറോജിയാണ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്. 16ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത്? 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, ജൈവ കൃഷിരീതി ഉപയോഗിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക എന്നത് നീതി ആയോഗിൻ്റെ ഒരു ലക്ഷ്യമല്ല. 17ാമത്തെ ചോദ്യം, ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏതു മേഖലയിൽ പെടുന്നു? 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, തൃതീയ മേഖലയിലാണ് ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഉൾപ്പെടുന്നത്.
18ാമത്തെ ചോദ്യം ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറയുന്നവയിൽ എന്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്? 18ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്ന ഓപ്ഷൻ ബി RBI ആണ്. 19ാമത്തെ ചോദ്യം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26-ാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട വാചകങ്ങളാണ് മുകളിൽ തന്നിരിക്കുന്നത്? 19ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആമുഖത്തിലാണ് ഇത് പ്രതിപാദിക്കുന്നത്. 20ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. 20ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്. പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമസംഹിത നടപ്പിലാക്കുക. വകുപ്പ് 44. ഇത് നിർദ്ദേശക തത്വവും ബാക്കിയൊക്കെ മൗലിക അവകാശത്തിലും ഉൾപ്പെടുന്നത് കൊണ്ടാണ് അത് കൂട്ടത്തിൽ പെടാത്തത്. 21ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികൾ. 21ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 22ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? 22 1 വിദ്യാഭ്യാസം, 2 വനങ്ങൾ, 3 മായം ചേർക്കൽ, 4 തൊഴിലാളി സംഘടന, 5 വിവാഹവും വിവാഹമോചനവും, 6 ദത്തെടുക്കലും പിന്തുടർച്ചയും. 22ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്. ഇവയിലെ എല്ലാം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. 23ാമത്തെ ചോദ്യം രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 23ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനയും തെറ്റാണ്. 24ാമത്തെ ചോദ്യം ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏത്? 1 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാം. മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. 3 രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ അധികാരം. 4 രാഷ്ട്രപതിയുടെ ഗവർണറെ നീക്കാനുള്ള അധികാരം. ഇവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ എ 4 മാത്രമാണ്. 25ാമത്തെ ചോദ്യം ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? 25ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 104ാം ഭേദഗതിയാണ്. ഇതിലാണ് ആംഗ്ലോ ഇന്ത്യൻസിനെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം ഇല്ലാതാക്കിയത്. 26ാമത്തെ ചോദ്യം ക്യാൻസലായിപ്പോയ ഒരു ചോദ്യമായിരുന്നു. 27ാമത്തെ ചോദ്യം ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 27ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി 1 ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് 280 ശരിയാണ്. 2 ഇതിൻ്റെ കാലാവധി 5 വർഷവും ശരിയാണ്. ഡോക്ടർ അരവിന്ദ് പനഗിരിയാണ് ഇതിൻ്റെ ചെയർമാനും ശരിയാണ്. 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 28ാമത്തെ ചോദ്യം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 28ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം നൽകണമെന്നുള്ളത് ശരിയാണ്. 15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണമെന്നുള്ളതും ശരി. 3ാമത്തെ തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തദ്ദേശ ജോലികൾ നൽകണമെന്നുള്ളതും ശരിയാണ്. ഇവയിലെല്ലാം ശരിയായ ഉത്തരമാണ്. 29ാമത്തെ ചോദ്യം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 29ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 15 അംഗങ്ങൾ. 30ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരനായി കണക്കാക്കുന്നത്? ഓപ്ഷൻ ബി 60 വയസ്സാണ് ശരിയായ ഉത്തരം. 60 വയസ്സിന് മുകളിലുള്ളവരെയാണ് മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത്. 31ാമത്തെ ചോദ്യം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നതാര്? 31ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി റവന്യൂ വകുപ്പ് മന്ത്രിയായിരിക്കും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ. 33ാമത്തെ ചോദ്യം ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? 32ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി റാംഡിയോ മിശ്രയാണ് ശരിയായ ഉത്തരം. 33ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്?
33-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഗ്രീൻ ക്രോസ് ഇൻ്റർനാഷണൽ സ്ഥാപിച്ച വർഷം 1995 ആണെന്നുള്ളത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. 34-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസ്താവന 1 സാൽമൊണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗങ്ങളിൽ രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. പ്രസ്താവന 2 പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോടുകൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണപ്പെടുന്നു. പ്രസ്താവന 3 ഹീമോഫീലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 34-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 1, 2, 3 എന്നീ 3 പ്രസ്താവനകളും ശരിയാണ്. 35-ാമത്തെ ചോദ്യം മനുഷ്യൻ്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നുവെന്ന് വെളിവാക്കുന്ന 6-ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? 35-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി എലിസബത്ത് കോബാൾട്ട്. എലിസബത്ത് കോൾബാർട്ട് ആണ് 6-ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം എന്ന പുസ്തകം എഴുതിയത്. 36-ാമത്തെ ചോദ്യം ഒരു നിശ്ചിത അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റാണ് ഓപ്ഷൻ സി കാർബൺ ക്രെഡിറ്റ്. 37-ാമത്തെ ചോദ്യം കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര്? 37-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ജീവനിയാണ്. 38-ാമത്തെ ചോദ്യം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം എങ്ങനെ? 38-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി കുറയുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം കുറഞ്ഞു വരുന്നു. 39-ാമത്തെ ചോദ്യം ക്യാൻസലായിപ്പോയ ഒരു ചോദ്യമാണ്. 40-ാമത്തെ ചോദ്യം എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തതേത്? 40-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി മാലൂസ് ലോയാണ് ഇതുമായി ഒരു ബന്ധമില്ലാത്തത്. മാലൂസ് ലോ പ്രകാശവുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ്. 41-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? 41-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി സ്പാഡെക്സ്. 42-ാമത്തെ ചോദ്യം പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ? 42-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഡി ബ്രോഗ്ലിയാണ് പദാർത്ഥത്തിൻ്റെ ദ്വൈത സ്വഭാവം ആദ്യമായി മനസ്സിലാക്കിയത്. 43-ാമത്തെ ചോദ്യം എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിൻ്റെ ഓക്സീകരണ അവസ്ഥ എത്ര? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് +3. 44-ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തതേത്? 44-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ലൂയിസ് ബേസ് അല്ലാത്തത്. 45-ാമത്തെ ചോദ്യം 2023 രസതന്ത്ര നൊബേൽ പ്രൈസ് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകിയത്? 45-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ട്സ്. 46-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1 ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് തെന്മല കൊല്ലം ജില്ലയിലാണ്. പ്രസ്താവന 2 വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ്. പ്രസ്താവന 3 കേരളത്തിലെ ആദ്യത്തെ നീര പ്ലാന്റ് 2015 കൈപ്പുഴയിൽ ആരംഭിച്ചു. പ്രസ്താവന 4 നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം ആദ്യമായി അരങ്ങേറിയത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ്. 46-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 1, 2 എന്നിവയാണ് ശരിയായ പ്രസ്താവനകൾ. 47-ാമത്തെ ചോദ്യം ഒരു ക്യാൻസലായി പോയ ഒരു ചോദ്യമായിരുന്നു. 48-ാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക. പ്രസ്താവന 1 സാരംജിയം, പരിണയം, സുശീല, ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. പ്രസ്താവന 2 1898 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിൻ്റെ ശാഖ സ്ഥാപിച്ചു. 3 റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. പ്രസ്താവന 4 ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി.
48ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി അയ്യാത്തൻ ഗോപാലനാണ്. ഈ പ്രസ്താവനകളുമായി യോജിക്കുന്ന വ്യക്തി. 46ാമത്തെ ചോദ്യം ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. 49ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി 2ഉം 3ഉമാണ്. 50ാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 50ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ എ 1ഉം 3ഉമാണ് ശരിയായ ഉത്തരം. ഇനി വരുന്നത് സിവിൽ എക്സൈസ് എക്സാമിന് ചോദിച്ച കണക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ഉത്തരങ്ങൾ മാത്രം നോക്കിപ്പോകാം. 51ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 52ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആയി വരുന്നത് ഓപ്ഷൻ എ ആണ്. 53ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 54ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 55ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്. 56ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 57ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 58ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. 59ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 60ാമത്തെ ചോദ്യം ക്യാൻസലായി പോയൊരു ചോദ്യമായിരുന്നു. ഇനി ഇംഗ്ലീഷ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. 61ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 62ാമത്തെ ചോദ്യം ക്യാൻസലായി പോയ ഒരു ചോദ്യമായിരുന്നു. 63ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 64ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 65ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. 66ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 67ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 68ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 69ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 70ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി മലയാളത്തിൻ്റെ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. 71ാമത്തെ ചോദ്യം അവൻ എന്ന പദം പിരിച്ചെഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി A+N ആണ്. 72ാമത്തെ ചോദ്യം ആദേശസന്ധിക്ക് ഉദാഹരണമാണ് ഓപ്ഷൻ ബി വിൻ പ്ലസ് സ്ഥലം വിണ്ടളം. 73ാമത്തെ ചോദ്യം ആർക്കിടൈപ്പ് എന്നതിൻ്റെ മലയാളം. ഉത്തരം ഡി ആദിമരൂപം എന്നാണ് ആർക്കിടൈപ്പ് എന്നതിൻ്റെ അർത്ഥം. 74ാമത്തെ ചോദ്യം ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമെന്ത്? 74ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ അതിവാത്സല്യം അപകടകാരിയാണ് എന്നുള്ളതാണ് ശരി ഉത്തരം. 75ാമത്തെ ചോദ്യം ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക. തിതീർഷ. 75ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ടി തരണം ചെയ്യാനുള്ള ഇച്ഛയാണ് തിതീർഷ. 76ാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തതേത്? 76ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഉഗ്രം അത്യുഗ്രം. 77ാമത്തെ ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. 77ാമത്തെ ചോദ്യം കുതിരയുടെ പര്യായം അല്ലാത്തത് ഏത്? 77ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ നഗജമാണ്. ഹയം, കോടകം, പീതി എന്നെല്ലാം പറഞ്ഞ മയിലിൻ്റെ പര്യായങ്ങളാണ്. 78ാമത്തെ ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. 78ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ നായകൻ നായികി. 79ാമത്തെ ചോദ്യം പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് ഓപ്ഷൻ ബി വൈദ്യർ. 80ാമത്തെ ചോദ്യം കരണി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? 80ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി അപൂർവമായ സംഭവത്തെയാണ് കരണി പ്രസവം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. നമ്മളിത് ഓൾറെഡി നോക്കിയിട്ടുണ്ട്. ചാനൽ ചെക്ക് ചെയ്താൽ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള മാത്രമുള്ള 60 ചോദ്യങ്ങൾ കാണാൻ കഴിയും. നമുക്കിതിലേക്ക് വരാം. 81ാമത്തെ ചോദ്യം അബ്കാരി നിയമപ്രകാരം ഓപ്ഷൻ സി 23 വയസ്സു തികഞ്ഞ ഒരു വ്യക്തിക്ക് മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. 82ാമത്തെ ചോദ്യം ENAയുടെ പൂർണ്ണനാമം. 82ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്നാണ്.
83-ാമത്തെ ചോദ്യം NDPS നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 83-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. കേരളത്തിൽ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. 84-ാമത്തെ ചോദ്യം ഗേജിംഗ് എന്നത് ഓപ്ഷൻ സി. ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവ് കണക്കാക്കുന്നതാണ്. 85-ാമത്തെ ചോദ്യം NDPS നിയമപ്രകാരം മജിസ്ട്രേറ്റിൻ്റെയോ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെയോ സാന്നിധ്യത്തിലല്ലാതെ മയക്കുമരുന്ന് കൈവശം സൂക്ഷിച്ചിരിക്കുന്ന ഒരാളുടെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ ദേഹപരിശോധന കഴിഞ്ഞ് എത്ര മണിക്കൂറിനുള്ളിൽ ആയതിൻ്റെ റിപ്പോർട്ട് ദേഹപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തൻ്റെ തൊട്ടുമുകളിലുള്ള മേലുദ്യോഗസ്ഥന് നൽകണം. 85-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. 72 മണിക്കൂറാണ്. 72 മണിക്കൂറിനുള്ളിൽ മേലുദ്യോഗസ്ഥന് റിപ്പോർട്ട് നൽകണം. 86-ാമത്തെ ചോദ്യം അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വയ്ക്കാം? ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്. ചാരായം കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. 87-ാമത്തെ ചോദ്യം ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ ജന്മദിനത്തിന് അംഗീകൃത മദ്യഷോപ്പിൽ നിന്നും ഒരു കുപ്പി മദ്യം വാങ്ങി സുഹൃത്തിന് സമ്മാനമായി നൽകി. അബ്കാരി നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 87-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി 2, 3 ശരിയായ പ്രസ്താവന. മദ്യം സമ്മാനമായി നൽകാൻ പാടില്ല. മദ്യം സമ്മാനമായി നൽകിയ ആളുടെ പേരിൽ കേസെടുക്കാം എന്നുള്ളത് ശരിയായ പ്രസ്താവനകളാണ്. 88-ാമത്തെ ചോദ്യം കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം? ഓപ്ഷൻ വരുന്നത് മുകളിൽ പറഞ്ഞ എല്ലാ ദിവസവും മഹാത്മാഗാന്ധി ജയന്തി, ശ്രീനാരായണ ഗുരു ജയന്തി, ശ്രീനാരായണ ഗുരു സമാധി, മഹാത്മാഗാന്ധി ചരമദിനം എന്നീ ദിവസങ്ങളിലെല്ലാം മദ്യഷോപ്പുകൾ കേരളത്തിൽ അടച്ചിടും. 89-ാമത്തെ ചോദ്യം ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റു സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി. ബ്ലെൻഡിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. 90-ാമത്തെ ചോദ്യം 1953 വിദേശമദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസായ FL6 ലൈസൻസിൻ്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണ്? 90-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി. 50,000 രൂപയാണ് FL6 ലൈസൻസിൻ്റെ ഫീസ്. 91-ാമത്തെ ചോദ്യം കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജിൻ എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ വീര്യം എത്രയാണ്? 91-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 35 UP എന്നാണ്. 96 കേരളത്തിൽ മറ്റ് വിദേശ മദ്യ ലൈസൻസുകൾക്ക് വിദേശ മദ്യം മൊത്ത വിൽപ്പന നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ഏതാണ്? 92-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി FL9 ലൈസൻസ് ആണ്. 93-ാമത്തെ ചോദ്യം കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? 93-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി വകുപ്പ് 4 പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചിട്ടുള്ളത്. 94-ാമത്തെ ചോദ്യം കോട്ട്പ ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ദൂരപരിധി എത്രയാണ്? 94-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 100 യാർഡാണ്. 95-ാമത്തെ ചോദ്യം ഇന്ത്യയിലെ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 95-ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി 18 വയസ്സാണ് പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള കുറഞ്ഞ പ്രായപരിധി. 96-ാമത്തെ ചോദ്യം കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനായ വിമുക്തി മിഷൻ്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? 96-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ മുഖ്യമന്ത്രിയാണ് വിമുക്തിയുടെ ഗവേണിംഗ് ബോഡി ചെയർമാൻ. 97-ാമത്തെ ചോദ്യം വിമുക്തി മിഷൻ്റെ സൗജന്യ കൗൺസിലിങ്ങിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? ഉത്തരം വരുന്ന ഓപ്ഷൻ സി 144-05 ആണ്. 98-ാമത്തെ ചോദ്യം കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷനായ വിമുക്തി രൂപീകരിച്ചത് ഏത് വർഷമാണ്? 98-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി 2016 വിമുക്തി രൂപീകരിച്ചത്. 99-ാമത്തെ ചോദ്യം 2000 വിവര സാങ്കേതിക നിയമം പ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ
അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവ്വമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ ഏത്? 99-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ. 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കുറ്റമാണ്. 100-ാമത്തെ ചോദ്യം. 2000-ലെ വിവര സാങ്കേതിക നിയമപ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്യായമായ തിരിച്ചറിയൽ സവിശേഷത വഞ്ചനാപരമായോ സത്യസന്ധതയില്ലാതെയോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഏത്? 100-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്നതാണ്. ഈ പരീക്ഷ പ്രധാനമായും നടന്നത് പുരുഷന്മാരുടെ സിവിൽ എക്സൈസ് ഓഫീസർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഡിസ്ട്രിക്റ്റ് വൈസാണ് ഈ എക്സാം നടന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും കട്ട് ഓഫ് വന്നത് ഏകദേശം 55-നും 60 മാർക്കിനും ഇടയിലാണ് ഈ പരീക്ഷയുടെ കട്ട് ഓഫ് ഏകദേശം വന്നിട്ടുള്ളത്.